ഹായ് ഓൾ, വെൽക്കം ടു ലേണേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിസംബർ 2025 ടേമിന്റെ എക്സാമിനേഷൻ എഴുതിയ എല്ലാ ലേണേഴ്സും ഇതിനോടകം തന്നെ അവരുടെ റിസൾട്ട്സ് വന്നു തുടങ്ങിയ വിവരം ലേണേഴ്സിലൂടെ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. ഈ വന്നു തുടങ്ങിയപ്പോൾ തൊട്ട് ലേണേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ ഷീറ്റിന്റെ ഫോട്ടോ കോപ്പി നമുക്ക് ലഭിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ. സോ അത് അഡ്രസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്, വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇത് മൊത്തമായി കാണുന്നുണ്ടെന്നുള്ള ഒരു കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തുക. സോ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പം ഈ ഇഗ്നുവിന്റെ റിസൾട്ട് വരുന്ന രീതി എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം. നമ്മളിപ്പോൾ 10 പേപ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 8 പേപ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ ആദ്യം 3 എണ്ണത്തിൻ്റെത് വരും, പിന്നീട് ഒരു 3 എണ്ണത്തിൻ്റെത് വരും, പിന്നീട് ഒരു 2 എണ്ണം, അല്ലെങ്കിൽ എങ്ങനെയാണോ റീജിയണൽ സെന്റേഴ്സിലേക്ക് മാർക്ക് എത്തുന്നത് അതനുസരിച്ചാണ് നമ്മുടെ ഡാറ്റാബേസിൽ ഈ മാർക്ക് അപ്ഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെ ഇഗ്നുവിന്റെ റീവാലുവേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ആൻസർ ഷീറ്റിന്റെ ഫോട്ടോ കോപ്പി കിട്ടണം എന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു ക്രൈറ്റീരിയ അവിടെ വരുന്നുണ്ട്. നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ആയി വിത്തിൻ 30 ഡേയ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ആൻസർ ഷീറ്റിന്റെ ഫോട്ടോ കോപ്പി കിട്ടുള്ളൂ. അതുപോലെ തന്നെ വിത്തിൻ 40 ഡേയ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നമ്മളുടെ റീവാലുവേഷൻ പോസിബിൾ ആവുക. അതുകൊണ്ട് റിസൾട്ട് എപ്പോൾ വരുന്നു ആൻഡ് വന്ന ഉടനെ തന്നെ നമുക്ക് റീവാലുവേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ റീവാലുവേഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളതും, ഇനി ഫോട്ടോ കോപ്പി ആണ് വേണ്ടെങ്കിൽ ഫോട്ടോ കോപ്പി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നൊരു 4th അല്ലെങ്കിൽ ഒരു 5th ഒക്കെ തൊട്ടാണ് റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ റിസൾട്ട് വന്നു തുടങ്ങി എങ്ങനെ നോക്കിയാലും റീവാലുവേഷൻ പോർട്ടൽ ഓപ്പൺ ആയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് സമയമുണ്ട് നിങ്ങളുടെ റീവാലുവേഷൻ വേണ്ട ടോപ്പിക്സിൽ, അല്ലെങ്കിൽ വേണം തോന്നുന്ന സാഹചര്യത്തിൽ നിങ്ങൾ നല്ലപോലെ പഠിച്ച് എഴുതി പക്ഷെ നിങ്ങൾക്ക് ആ വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള സാഹചര്യത്തിലൊക്കെയാണ് നമ്മൾ റീവാലുവേഷനിലേക്ക് പോകുന്നത്. ഇനി എങ്ങനെ അടുത്ത പരീക്ഷ കുറെ കൂടെ ബെറ്റർ ആക്കാം എന്നുള്ള ഒരു ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ ഷീറ്റിന്റെ ഫോട്ടോ കോപ്പി കിട്ടുകയാണെങ്കിൽ അതും വളരെ യൂസ്ഫുൾ ആണ്. സോ അതൊക്കെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു, നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് ഏത് രീതിയിലും അതിനെ അപ്രോച്ച് ചെയ്യാം. സോ അതെങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒട്ടും സമയം കളയാൻ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ റീവാലുവേഷന്റെ പോർട്ടലിലേക്ക് നമുക്ക് പോവാം. സോ ആദ്യം തന്നെ നമ്മൾ വരേണ്ടത് online-services.ignou.ac.in/revaluation bar അല്ലെങ്കിൽ റീവാലുവേഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു വിൻഡോയിലേക്ക് വരാൻ പറ്റും. മറ്റ് റീവാലുവേഷന്റെ ലിങ്ക്സ് നിങ്ങൾ കണ്ടേക്കാം. അവിടെ ഒരു പക്ഷേ ഡിസംബർ 2025 റീവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കണം എന്നില്ല. അതുകൊണ്ട് ഈ പുതിയ ലിങ്കിൽ തന്നെ നിങ്ങൾ വരുന്നുണ്ടെന്നുള്ള കാര്യം ആദ്യം ശ്രദ്ധിക്കുക. അപ്പോൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നെ തരുന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് വായിച്ചു നോക്കുക. വായിച്ചു നോക്കി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പറയുന്നതായിരിക്കും. ഇവിടെ ഒരു ഡിക്ലറേഷൻ കൊടുക്കാനുണ്ട്. ഡിക്ലറേഷൻ കൊടുത്തിട്ട് ഐ അഗ്രി ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. അപ്പൊ താഴെ നമുക്ക് ഓപ്ഷൻ വരും, ജൂൺ 2025 എക്സാം റിസൾട്ട്സ് വന്നതിനാണോ. അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഈ ജനുവരിയിൽ കഴിഞ്ഞ പരീക്ഷയുടെ ഏതെങ്കിലും റിസൾട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും അത് റീവാലുവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി ഓഫ് ആൻസർ ഷീറ്റ് എടുക്കാനും നമ്മൾ എലിജിബിൾ ആണ്. അതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ അവിടെ ഉള്ളത്, ഏതെങ്കിലും എക്സാമിന്റെ റിസൾട്ട് വൈകിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ ഇപ്പം റിസൾട്ട് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ തൊട്ട് പബ്ലിഷ് ആയിട്ടുള്ള ഡിസംബർ 2025 ടേമിന്റെ എക്സാമിനേഷന്റെ ഓപ്ഷനും സൈഡിലുണ്ട്, ന്യൂ എന്നുള്ളത് കാണാൻ. സോ നമ്മൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് ആവശ്യമായുള്ള നമ്മുടെ എൻറോൾമെന്റ് നമ്പറും അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം ഏതാണെന്നുള്ള ഒരു കാര്യവും മാത്രമാണ്. സോ ഇവിടെ എൻറോൾമെന്റ് നമ്പർ നമുക്ക് ഓൾറെഡി എൻ്റർ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ആൻഡ് പ്രോഗ്രാമും കൃത്യമായിട്ട് സെലക്ട് ചെയ്യാം. പ്രോഗ്രാമും സെലക്ട് ചെയ്തു. പിന്നെ അപ്ലൈ ഫോർ എന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ അവിടെ അത് തന്നെയാണ് വരിക. നെക്സ്റ്റ് ലോഗിൻ കൊടുക്കുക. അങ്ങനെ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് കാണാം. അവിടെ എക്സാം സെന്റർ ഏതാണോ എക്സാം സെന്റർ അതിന്റെ കോഡ് കൃത്യമായിട്ട് കൊടുക്കുക. ആൻഡ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ റിസൾട്ടും അതുപോലെ തന്നെ എക്സാമിന്റെ മറ്റു ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പൊ അതിൽ ഏത് പേപ്പർ ആണോ നിങ്ങൾ റീവാലുവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ വരുന്നുണ്ട്. റിക്വസ്റ്റ് ഫോർ റീവാലുവേഷൻ ആൻഡ് കോപ്പി ഓഫ് ആൻസർ സ്ക്രിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കോഴ്സോ 2 കോഴ്സോ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്തു. കോഴ്സ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ എന്നുള്ളത് എന്തിനു വേണ്ടിയാണ്, റീവാലുവേഷൻ വേണ്ടിയാണോ അതോ ആൻസർ ഷീറ്റിന്റെ ഫോട്ടോ കോപ്പി കിട്ടാൻ വേണ്ടിയാണോ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് റീവാലുവേഷൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ റീവാലുവേഷൻ കൊടുക്കാം. റീവാലുവേഷന് 750 റുപ്പീസ് ആണ് വരുന്നത്. ഇനി കോപ്പി ഓഫ് ആൻസർ സ്ക്രിപ്റ്റ് മാത്രമാണെങ്കിൽ 100 രൂപയാണ് വരുന്നത്. ഇനി ഇത് രണ്ടും കൂടിയാണെങ്കിൽ 850 റുപ്പീസ് ആണ് നമ്മൾ ഒരു പേപ്പറിനായിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ ഞാനിവിടെ ബോത്ത് റീവാലുവേഷൻ ആൻഡ് ആൻസർ സ്ക്രിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഫീ എമൗണ്ട് ഓൾറെഡി അവിടെ വന്നു കഴിഞ്ഞു 850 റുപ്പീസ് എന്നുള്ളത്. അതിപ്പോ റീവാലുവേഷൻ മാത്രമാണെങ്കിൽ ഫീ എന്ന് പറയുന്നത് 750 ആണ് വരിക. അതുപോലെ തന്നെ ആൻസർ സ്ക്രിപ്റ്റ് മാത്രം മതി, അതിന്റെ കോപ്പി മാത്രം മതി എന്നാണെങ്കിൽ 100 രൂപയാണ് അവിടെ ഫീസ് ആയിട്ട് വരിക. ഓക്കെ, ഇനി നമുക്ക് താഴെ ഇവിടെ നമ്മളുടെ ID കാർഡ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ID കാർഡ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീ പേ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഫീ പേ ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫീ ഓൺലൈനായിട്ട് തന്നെ പേ ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലൈനായി പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റീവാലുവേഷൻ അവിടെ നടക്കും. അതുപോലെ തന്നെ ആൻസർ സ്ക്രിപ്റ്റ്സ് നമുക്ക് നമ്മളുടെ രജിസ്റ്റേർഡ് അഡ്രസ്സിൽ അവർ അയച്ചു തരുന്നുണ്ടാവും. അപ്പൊ ഇതാണ് റീവാലുവേഷന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ സ്ക്രിപ്റ്റിന്റെ ഫോട്ടോ കോപ്പി വേണമെന്നുണ്ടെങ്കിലുള്ള പ്രൊസീജിയർ ഇതാണ്.
അതിന് വരുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളതും എന്താണ് അതിന്റെ പ്രൊസീജിയർ എന്നുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഏത് സാഹചര്യത്തിലാണ് ബേസിക്കലി നമ്മളത് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ നീഡെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒന്നെങ്കിൽ റീവാലുവേഷൻ കൊടുക്കാൻ, അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി ഓഫ് ആൻസർ സ്ക്രിപ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ. സോ ഇത്രയുമായിരുന്നു പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. മറ്റ് സംശയങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലേൺവേഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ടും ഇഗ്നുവിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് സംസാരിക്കുക. ഒരു ധാരണ വന്ന ശേഷം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഇഗ്നോ പഠനം ലേൺവേഴ്സിനോടൊപ്പം തന്നെ തുടരുക. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു കോണ്ടന്റുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.